ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ത്രീ ഫേസ് കണക്ഷൻ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വരുന്ന സെലക്ടറാണ്. സെലക്ടറിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നമ്മൾ വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ കാണുന്നതാണ് 3 സെലക്ടർ വരുന്നത്. RYB എന്ന് പറയുന്ന 3 ഫേസ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് ഇതിനാണ്. ആ എംബ്ലം കൊടുത്തിരിക്കുന്നുണ്ട്, അതായത് അതിൻ്റെ തന്നെ ഇൻഡിക്കേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. റെഡിന് റെഡ്, ആർ എന്ന് ഉദ്ദേശിച്ച റെഡ്, വൈ എന്ന് ഉദ്ദേശിച്ച യെല്ലോ, ബി എന്ന് ഉദ്ദേശിച്ച ബ്ലൂ, അങ്ങനെ 3 ഫേസാണ് വരുന്നത്. ഈ 3 ഫേസും 3 സെലക്ടറിലേക്കും വരുന്നുണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫേസ് ഏത് സെലക്ടറിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ അപ്പോൾ കണക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരേണ്ടത് എല്ലാ ഫേസും എല്ലാ സെലക്ടറിലേക്കും വരേണ്ടതാണ്. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1, 2, 3 എന്ന് പറയുന്ന എല്ലാ പൊസിഷനുണ്ട്, പിന്നെ ഒരു ഓഫ് പൊസിഷനുണ്ട് ആ റോട്ടറി സ്വിച്ചിന് വരുന്നത്. അപ്പോൾ നോർമൽ ലെവലിൽ ഇടുന്ന സമയത്ത് ഫസ്റ്റ് സെലക്ടർ 1ലേക്കും, രണ്ടാമത്തെ സെലക്ടർ 2ലേക്കും, മൂന്നാമത്തെ സെലക്ടർ 3ലേക്കും, അങ്ങനെ 3 ഫേസും ഈക്വൽ ലോഡ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ കണക്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ മെയിനായിട്ട് വരുന്നത് മീറ്റർ ബോക്സിൽ നിന്നും നേരിട്ട് വരുന്നത് ഐസൊലേറ്ററിലേക്കാണ്. ഐസൊലേറ്ററിൽ നിന്ന് ELCBയിലേക്ക് വരുന്നു. ELCBയുടെ ഔട്ടാണ് നമ്മൾ ഈ പറയുന്ന സെലക്ടറിലേക്ക് വരുന്നത്. നമ്മൾ 3 ഫേസ് മാത്രമാണ് കൊടുക്കുന്നത്. ന്യൂട്രൽ നമ്മൾ കോമൺ ആയിട്ട് മറ്റ് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം, അതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, RYB എന്ന് പറയുന്ന മെയിൻ RCCBയുടെ ഔട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇതിൻ്റെ ഇന്നായിട്ട് വരുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ RCCBയിൽ നിന്ന് നേരിട്ട് വരുന്നത് സെലക്ടറിലേക്കാണ്. 3 ഫേസ് വരുന്നു. R ഫേസ്, യെല്ലോ ഫേസ്, ബ്ലൂ ഫേസ്, ഇങ്ങനെ 3 സെലക്ടറിലേക്ക് ലിങ്ക് ചെയ്തേക്കണം കാണാൻ പറ്റും. ഈ 3 ലിങ്ക് ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് ഏത് ഫേസും ഏത് സെലക്ടറിൽ സെലക്ട് ചെയ്യണമെങ്കിലും ഈ പറയുന്ന ഓപ്ഷൻ നമുക്ക് അത്യാവശ്യമാണ്. ഇനി ഇതിൽ നിന്ന് ഓരോ സെലക്ടറിൻ്റെ ഔട്ടുമാണ് നമുക്ക് RYB എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. കണ്ടോ, ആദ്യത്തെ മുകളിലെ സെലക്ടറിൻ്റെ റെഡ് വയറിൽ നിന്നുള്ള ഔട്ടാണ് നമുക്ക് സെലക്ട് ചെയ്തു. റെഡ് ഔട്ട് കിട്ടി. രണ്ടാമത്തെ സെലക്ടറിൽ നിന്ന് Y എന്ന് പറയുന്ന ഫേസ് നമുക്ക് സെലക്ട് ചെയ്തു. മൂന്നാമത്തെ ഫേസിൽ നിന്നും B എന്ന് പറയുന്ന ഫേസ് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ 3 ഫേസും ഓൾറെഡി KCBയിൽ ഉണ്ടെങ്കിൽ മാത്രമുള്ള അവസ്ഥയിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ന്യൂട്രൽ എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്. അതായത് ആ കാണുന്ന 3 ന്യൂട്രൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്. ഈ ന്യൂട്രൽ നമ്മൾ കോമൺ ന്യൂട്രലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു KCBയിൽ 3 ന്യൂട്രൽ ഉണ്ടെങ്കിലുമാണ് 3 ഫേസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 3 ഫേസും സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. സെലക്ടർ സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ 3 ഫേസ് കണക്ഷൻ എടുത്താൽ അത്യാവശ്യം ലോഡ് കാര്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ 5000 വാട്ട്സിന് മുകളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 3 ഫേസ് കണക്ഷൻ മസ്റ്റായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ 3 ഫേസ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് 3 ഫേസിലും ഒരേ സമയത്ത് കറണ്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, എപ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെക്ഷനിൽ നമുക്ക് കറണ്ട് ഉണ്ടാവില്ല. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ വാട്ട്സ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ 3 ഫേസ് കണക്ഷൻ എടുക്കണം. 3 ഫേസ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി പോയി കഴിഞ്ഞാൽ ആ സെക്ഷനിൽ കറണ്ട് ഉണ്ടാവില്ല. അപ്പം നമ്മൾ സെലക്ടർ ടൈപ്പ് DB അല്ല, അതായത് DB അല്ല, TPN ടൈപ്പാണ് DB വെച്ചിരിക്കുന്നതെങ്കിൽ ആ സെക്ഷനിൽ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ കിച്ചണാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റെഡ് എന്ന് പറയുന്ന ഫേസ് ഔട്ടാണ്. അതായത് റെഡ് എന്ന് പറയുന്ന ഫേസ് KCB ഇല്ല എന്ന് വിചാരിക്കുക. ആ സമയത്ത് ആ ഫേസിൽ നിന്നും ഔട്ട് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയിൽ വന്നിരിക്കുന്ന പവർ പ്ലഗുകളാണെങ്കിൽ നിങ്ങളൊന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ കാലത്തൊക്കെ ആണെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ എല്ലാ സെക്ഷനും വർക്ക് ചെയ്യുന്നത് കിച്ചണിലാണെങ്കിൽ ആ സെക്ഷന് കറണ്ട് ഉണ്ടാവില്ല. നമുക്ക് മറ്റ് സെക്ഷനിൽ കറണ്ട് ഉണ്ടാവും. മറ്റ് റൂമുകളിലും കാര്യങ്ങളൊക്കെ കൊടുത്തിന് വേറെ ഫേസ് ആണെങ്കിൽ അതിലേക്ക് കറണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാത്തൊരവസ്ഥ വരും. അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന സെലക്ടറിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ആ സെലക്ടർ ഉപയോഗിച്ചിട്ട് മറ്റ് ഫേസിലേക്ക്, ഇപ്പോൾ ഒരു ഫേസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, റെഡ് എന്ന് പറയുന്ന ഫേസ് ഇല്ല എന്ന് പറഞ്ഞു സെലക്ടറിൻ്റെ, അത് മാറ്റിയതിന് ശേഷം താഴത്തെ 2 ഫേസിലേക്ക് നമുക്ക് ഫസ്റ്റ് സെലക്ടറിൻ്റെ റോട്ടറി സ്വിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റിയിടാൻ സാധിക്കും. അതായത് ഒന്നിൽ ഔട്ടാണെങ്കിൽ ഫേസ് ഇല്ലെങ്കിൽ അടുത്ത 2 ഫേസുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സെക്ഷനിൽ വീണ്ടും കറണ്ട് ഓക്കെ ആവും. അപ്പോൾ ഈക്വൽ ലോഡ് വരില്ല എന്നുള്ള പ്രോബ്ലം ഉണ്ട്, ഈക്വൽ ലോഡ് വന്നില്ല എന്നുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് നടക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ 3 ഫേസ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് സെലക്ടർ ടൈപ്പ് DB മസ്റ്റായിട്ടും വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തിനാണ് വേണ്ടിയിട്ടാണ് അതായത് DB നമ്മൾ വെക്കുന്ന സമയത്ത് 3 ഫേസിൽ സെലക്ടറുള്ള ടൈപ്പ് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതിലുള്ള ഇൻഫർമേഷനായി വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.